പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ അഡോബ് ഫോട്ടോഷോപ്പിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫോട്ടോഷോപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നും ഫോട്ടോഷോപ്പിൽ ഒരു ഇമേജ് എങ്ങനെ ലോഡ് ചെയ്യാമെന്നും ആ ഫയൽ എങ്ങനെ സേവ് ചെയ്യാമെന്നും അത് കഴിഞ്ഞതിന് ശേഷം ഇമേജിന്റെ റെസൊല്യൂഷൻ എങ്ങനെ മാറ്റാം, സൈസ് എങ്ങനെ മാറ്റാം, ഇമേജ് എങ്ങനെ പല രീതിയിൽ ക്ലോക്ക് വൈസിലും കൗണ്ടർ ക്ലോക്ക് വൈസിലും എങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കി. ഇന്നിപ്പോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ഒരു ഇമേജ് എങ്ങനെ ക്രോപ്പ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ഇമേജ് ലോഡ് ചെയ്യുന്നു, ഫയൽ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഓപ്പൺ ഡയലോഗ് ബോക്സ് വരും. അതിൽ നിന്ന് നമ്മൾ നേരെ ഇമേജസ് എന്നുള്ള ഫോൾഡറിൽ നിന്ന് ഒരു ഇമേജ് നമ്മൾ ലോഡ് ചെയ്യണം. നമ്മൾ ഇമേജ് ലോഡ് ചെയ്തു. ഇനി നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ക്രോപ്പ് ആൻ ഇമേജ്. Cropping is the process of selecting an area of an image and discards everything outside its area. ഇപ്പം ഇതിനകത്ത് രണ്ട് മങ്കീസിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ സെലക്ട് ചെയ്ത ഭാഗത്തിന് വെളിയിലുള്ള ഇമേജസ് ഒക്കെ കളയുന്നു. സെലക്ട് ചെയ്ത ഭാഗം മാത്രമായിട്ട് എടുക്കുന്നു. അതിനെയാണ് നമ്മൾ ക്രോപ്പിംഗ് ദി ഇമേജ്. അങ്ങനെ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കഴിയുമ്പം ഓൾ ദി പോർഷൻസ് ഔട്ട്സൈഡ് ദി സെലക്ടഡ് ഏരിയ ആർ റിമൂവ്. നമ്മൾ ഏത് ഭാഗമാണോ സെലക്ട് ചെയ്യുന്നത് ആ സെലക്ട് ചെയ്ത ഭാഗത്തിന് വെളിയിലുള്ള ഏരിയ നമ്മൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. Although cropping reduces the dimensions of an image, it is not the same as resizing. ക്രോപ്പ് ചെയ്ത് കഴിയുമ്പം അതിന്റെ ഡയമെൻഷനിൽ വ്യത്യാസം മാറുമായിരിക്കും. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് റീസൈസ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ സാധാരണ ക്രോപ്പിംഗ് ചെയ്യുന്ന ഇപ്പോൾ ഒരു പടം ഉണ്ട്. ആ പടം ഇപ്പോൾ ഉള്ള ഫുൾ ഇമേജ് നമുക്ക് ആവശ്യമില്ല. അതിന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു പോർഷൻ മാത്രമേ ആവശ്യമുള്ളൂ. എന്ന് പറഞ്ഞാൽ ഏത് പോർഷനാണ് ആവശ്യമുള്ള ആ പോർഷൻ മാത്രം സെലക്ട് ചെയ്തിട്ട് ആ ഏരിയയ്ക്ക് വെളിയിൽ വരുന്നത് ബാക്കിയുള്ള എല്ലാ ഏരിയയും നമ്മൾ കളയുന്നു. ആ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ക്രോപ്പിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഫോട്ടോഷോപ്പിൽ എങ്ങനെ ക്രോപ്പ് ചെയ്യണം നോക്കാം. ഇതിനുവേണ്ടി ക്രോപ്പ് ടൂള് നമുക്ക് രണ്ട് ടൂൾ യൂസ് ചെയ്യാം. ഒന്നുകിൽ ക്രോപ്പ് ടൂൾ വെച്ച് നമുക്ക് ക്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ റെക്ടാങ്കുലർ മാർക്ക് ടൂൾ വെച്ച് ക്രോപ്പ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ക്രോപ്പ് ടൂൾ വെച്ച് എങ്ങനെ ക്രോപ്പ് ചെയ്യണം എന്നാണ് നോക്കാൻ പോകുന്നത്. ടു ക്രോപ്പ് ആൻ ഇമേജ് യൂസിങ് ക്രോപ്പ് ടൂൾ. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓപ്പൺ ദി ഇമേജ് ഇൻ അഡോബ് ഫോട്ടോഷോപ്പ്. അഡോബ് ഫോട്ടോഷോപ്പിൽ ഒരു ഇമേജ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് ക്ലിക്ക് അറ്റ് ക്രോപ്പ് ടൂൾ. ഇതാണ് ക്രോപ്പ് ടൂൾ. മൗസ് പോയിന്റ് ഇവിടെ കൊണ്ട് വെക്കുമ്പോൾ തന്നെ സ്ക്രീനിൽ അതിന്റെ പേരെഴുതി വരും, ക്രോപ്പ് ടൂൾ. അതിന്റെ കീബോർഡ് ഷോർട്ട്കട്ടാണ് C. ക്ലിക്ക് അറ്റ് ദി ക്രോപ്പ് ടൂൾ. ആ ക്രോപ്പ് ടൂൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൗസ് പോയിന്റർ ഇമേജിലോട്ട് മൂവ് ചെയ്യുക. അങ്ങനെ മൗസ് പോയിന്റർ ഇമേജിലോട്ട് മൂവ് ചെയ്യുമ്പം ആ ക്രോപ്പ് ടൂളിന്റെ ഷേപ്പ് മൗസ് പോയിന്ററിന് വരും. നേരത്തെ ആരോ ആയിരുന്നു, ആ ആരോ മാറി ക്രോപ്പ് ടൂളിന്റെ ഷേപ്പ് മൗസ് പോയിന്ററിൽ വരും. ഇനി അടുത്ത് സെലക്ട് ദി ഏരിയ ഓഫ് ദി ഇമേജ് വിച്ച് യു വിഷ് ടു ക്രോപ്പ് ബൈ ക്ലിക്കിംഗ് ആൻഡ് ഡ്രാഗിംഗ് ദി മൗസ്. ഈ പടത്തിൽ ഏത് ഏരിയ ആണ് നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ട ആ ഏരിയ മാത്രമായിട്ട് സെലക്ട് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. ഞാൻ ഇവിടെ ഈ എക്സാമ്പിളിൽ ഇപ്പം നമുക്ക് രണ്ട് കുരങ്ങുകളുടെ പടമുണ്ട്. അതിൽ ലെഫ്റ്റ് സൈഡിലെ കുരങ്ങിനെ മാത്രം ക്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഡ്രാഗ് ചെയ്തു. ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. Then that area will be enclosed in a dotted rectangle or square. അപ്പോൾ ആ ഏരിയ ഒരു ഡോട്ടഡ് റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയറിലോട്ട് വരും. എന്നിട്ട് നേരെ ഇമേജ് പോവുക. ഇമേജ് പോയിട്ട് അതിനകത്ത് ക്രോപ്പ് ചൂസ് ചെയ്യുക. Then the image will be cropped. നേരത്തെ ഉള്ള പടത്തിൽ നിന്ന് ഈ പടം മാത്രമായിട്ട് വരും. All the portion outside the dotted rectangle or square will be removed. നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ഏരിയയ്ക്ക് വെളിയിലുള്ള എല്ലാം.
ഇപ്പൊ നമ്മൾ ഒറിജിനൽ പടത്തിന് ഒരു പേരുണ്ടായിരുന്നു. ഈ പടം, ആ ഒറിജിനൽ പടം ഓവർ റൈറ്റ് ചെയ്ത് പോവരുന്നുണ്ടെങ്കിൽ ഈ പടം ഒരു പുതിയ പേര് സേവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഫയല് സേവ് ആസ് കൊടുത്തു. എന്നിട്ട് ഇവിടെ മങ്കീസ് എന്നുള്ളത് മാറ്റി മങ്കി 1 എന്ന് കൊടുത്തു. മങ്കി 1 സേവ് ചെയ്യാം. എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പം ഇതിനകത്ത് ഇനിയിപ്പോ നമ്മൾ ഫയൽ കഴിഞ്ഞിട്ട് ഓപ്പൺ എടുത്തു കഴിഞ്ഞാൽ മങ്കീസ് കൊണ്ട് മങ്കീസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പഴയ പടം വരും. അതേസമയം അത് നമ്മൾ ക്ലോസ് ചെയ്തു. അത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഫയൽ എടുത്തു, ഓപ്പൺ എടുത്തു. എന്നിട്ട് ഞാൻ മങ്കി 1 സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ മങ്കി 1 മാത്രം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇമേജ് ക്രോപ്പ് ടൂൾ വെച്ച് ക്രോപ്പ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം കൂടെ നോക്കുവാണെങ്കിൽ നോക്കാം. ഞാൻ വേറൊരു ഇമേജ് ലോഡ് ചെയ്യാണ്. ഫയൽ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനകത്ത് 2 ലൈൻസിന്റെ പടം എടുക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ ആ ക്രോപ്പ് ടൂൾ വെച്ച് ഇതിൽ ഒരു പോർഷൻ മാത്രം ക്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആദ്യം ഇമേജ് ലോഡ് ചെയ്തു, എന്നിട്ട് നേരെ ക്രോപ്പ് ടൂൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇമേജിലോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ ഇമേജിലോട്ട് മൂവ് ചെയ്യുന്നതിന് മുമ്പ് മൗസ് പോയിന്ററിന് ആരോ ഷേപ്പ് ആയിരുന്നു. ഇമേജിലോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ ആരോ ഷേപ്പ് മാറി ക്രോപ്പ് ടൂളിന്റെ ഷേപ്പ് ആവും. എന്നിട്ട് ഇവിടെ ഏത് പോർഷനാണ് ക്രോപ്പ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവച്ചിട്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഒരു ഡോട്ട് റെക്ടാങ്കിൾ വരും. നമുക്ക് വീണ്ടും മാറ്റി നോക്കണ്ടോ? രണ്ടാമത്തെ സിംഹത്തിന്റെ മാത്രം ഞാൻ ക്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നേരെ ഇമേജ് ക്ലിക്ക് ചെയ്തു, ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് ക്രോപ്പ് ക്ലിക്ക് ചെയ്തു. അത് മാത്രം. അപ്പൊ നേരത്തെ ലൈൻസ് എന്ന് പറഞ്ഞതിലാണ് ഒറിജിനൽ പടം. ഇത് നമ്മൾ സേവ് ചെയ്യണമെങ്കിൽ അടുത്ത വേറൊരു പേര് തന്നെ സേവ് ചെയ്യണം. ഫയൽ ക്ലിക്ക് ചെയ്തു, സേവ് ആസ് ക്ലിക്ക് ചെയ്തു. ഇവിടെയും ലയൺസ് എന്നുള്ളത് മാറ്റി ലയൺ 1 എന്നാക്കി. ഞാൻ വീണ്ടും അത് സേവ് ചെയ്തു. ഇവിടെ ലയൺ 1 എന്ന് ഓൾറെഡി ഒരു പേരുണ്ട്. അപ്പൊ ഞാൻ അത് ക്യാൻസൽ ചെയ്യാണ്. ഒരു കാര്യം ചെയ്യാം, ലയൺ ക്രോപ്പ് CROP ലയൺ ക്രോപ്പ് എന്ന് പറഞ്ഞ പേര് കൊടുത്തു. എന്നിട്ട് സേവ് ചെയ്തു. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ ക്ലോസ് ചെയ്യാണ്. ഇപ്പൊ എല്ലാ ഇമേജും ക്ലോസ് ആയി. ഇനി നമുക്ക് നമ്മളെ ആ 2 സിംഹങ്ങളുള്ള ഒറിജിനൽ പടം അതിൽ ലോഡ് ചെയ്യാം. ഓപ്പൺ, ലയൺസ്, ഓപ്പൺ. ഇതാണ് ഒറിജിനൽ പടം. ഇനി ഈ പടം ഞാൻ ക്ലോസ് ചെയ്യാണ്. ഫയൽ ക്ലിക്ക് ചെയ്തു, ക്ലോസ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇപ്പൊ നമ്മള് ലൈൻ ക്രോപ്പ് എന്ന് പറഞ്ഞ് ഈ 2 ലൈനിൽ നിന്ന് വലതുവശത്തെ ലൈനിനെ മാത്രം ക്രോപ്പ് ചെയ്ത് ഒരു ഇമേജ് ആക്കി. ആ ഇമേജ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഫയൽ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു. അതിനകത്ത് ലൈൻ ക്രോപ്പ് ഓപ്പൺ. ഇങ്ങനെയാണ് നമ്മൾ ക്രോപ്പ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ക്രോപ്പ് ചെയ്യാൻ വേണ്ടി ക്രോപ്പ് ടൂൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതേപോലത്തെ ക്രോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഫോട്ടോഷോപ്പിൽ വേറെ ടൂൾ യൂസ് ചെയ്യാം, റെക്ടാങ്കുലർ മാർക്കി ടൂൾ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആ റെക്ടാങ്കുലർ മാർക്കി ടൂൾ യൂസ് ചെയ്ത് എങ്ങനെ ക്രോപ്പ് ചെയ്യണം നോക്കാം. വീണ്ടും ഫസ്റ്റ് സ്റ്റെപ്പ് പഴയതുപോലെ തന്നെയാണ്. ഓപ്പൺ ദി ഇമേജ് ഇൻ അഡോബ് ഫോട്ടോഷോപ്പ്. അഡോബ് ഫോട്ടോഷോപ്പിൽ ഇമേജ് ലോഡ് ചെയ്യുക. ഫയൽ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനകത്ത് ഇപ്രാവശ്യം ഞാൻ ഈ പടം എടുക്കുകയാണ്, വേറൊരു മങ്കീര പടം. എന്നിട്ട് ഇപ്പൊ നമ്മൾ ഇനി റെക്ടാങ്കിൾ മാർക്കി ടൂൾ യൂസ് ചെയ്തതിൽ ഒരു പോർഷൻ മാത്രം സെലക്ട് ചെയ്ത് ക്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ നമ്മൾ ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ റെക്ടാങ്കിൾ മാർക്കി ടൂൾ. ഇതാണ് ക്രോപ്പ് ടൂൾ, ഇതാണ് റെക്ടാങ്കിൾ മാർക്കി ടൂൾ. നേരെ അതിൽ ക്ലിക്ക് ചെയ്യുക. മൗസ് പോയിന്റർ കൊണ്ട് അവിടെ കൊണ്ട് വെക്കുമ്പോ തന്നെ ടൂൾ ടിപ്പ് എഴുതി വരും, റെക്ടാങ്കുലർ മാർക്കി ടൂൾ. അതിന്റെ കീബോർഡ് ഷോർട്ട് കട്ടാണ് ക്യാപിറ്റൽ എം. ഇത് ക്രോപ്പ് ടൂൾ ആയിരുന്നു. ഇതാണ് റെക്ടാങ്കുലർ മാർക്കി ടൂൾ. അപ്പൊ നമ്മള് റെക്ടാങ്കുലർ മാർക്കി ടൂൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് റെക്ടാങ്കുലർ മാർക്കി ടൂൾ. എന്നിട്ട് വീണ്ടും മൗസ് പോയിന്റർ ഇമേജിലോട്ട് കൊണ്ടുവരിക. Then the mouse pointer will have the shape of plus. നേരത്തെ ക്രോപ്പ് ടൂളിന്റെ സിറ്റുവേഷനിൽ ക്രോപ്പ് ടൂളിന്റെ ഷേപ്പ് ആയിരുന്നു മൗസ് പോയിന്ററിന്. ഇവിടെ ഒരു പ്ലസ്, ഒരു വൈറ്റ് പ്ലസിന്റെ സിമ്പലാണ്. ഇനി ഈ പടത്തിൽ ഏത് ഏരിയ ആണോ നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ടത് അത് ഡ്രാഗ് ചെയ്ത് ആ ഏരിയ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ ഈ മങ്കിയുടെ ഫേസ് മാത്രമായിട്ട് ക്രോപ്പ് ചെയ്യാൻ പോവുകയാണ്.
ആ ഏരിയ മാത്രം സെലക്ട് ചെയ്തു. അപ്പൊ അങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിയുമ്പം then that area will be enclosed in a dotted rectangle or square. അപ്പൊ ആ ഏരിയ ഒരു ഡോട്ടഡ് റെക്ടാങ്കിളോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഏരിയ ആയിട്ടോ വരും. വീണ്ടും അടുത്ത സ്റ്റെപ്പ് മറ്റേ ക്രോപ്പ് ടൂളിന്റെ അതേ സ്റ്റെപ്പ് തന്നെയാണ്. നേരെ ഇമേജ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ക്രോപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ഭാഗം മാത്രമായിട്ട് ക്രോപ്പ് ചെയ്തു. സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ വേറൊരു ഫയൽ നെയിമിൽ വേണം സേവ് ചെയ്യേണ്ടത്. അപ്പൊ ഫയൽ ക്ലിക്ക് ചെയ്തു, സേവ് ആസ് ക്ലിക്ക് ചെയ്തു, ഞാൻ ഇവിടെ മങ്കി ഫേസ് എന്ന് കൊടുത്തു, എന്നിട്ട് സേവ് ചെയ്തു. ഇനി ഈ പടം ഞാൻ ക്ലോസ് ചെയ്യാണ്. ഫയൽ ക്ലിക്ക് ചെയ്തു, ക്ലോസ് ക്ലിക്ക് ചെയ്തു. ആദ്യം നമ്മൾ ഒറിജിനൽ പടം നമുക്ക് ലോഡ് ചെയ്യാം. ഫയൽ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു, അതിനകത്ത് മങ്കി എന്നുള്ള എടുത്തു, ഓപ്പൺ ചെയ്തു. അപ്പൊ നമ്മളെ ഒറിജിനൽ പടം വന്നു, ക്രോപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ള പടം. ഇനി നമുക്ക് ക്രോപ്പ് ചെയ്ത പടം ലോഡ് ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം, എന്നിട്ട് ക്രോപ്പ് ചെയ്ത മങ്കി ഫേസ് എന്നുള്ള ഇമേജ് ലോഡ് ചെയ്യാം. ഫയൽ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു, മങ്കി ഫേസ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റെക്ടാങ്കുലർ മാർക്കി ടൂൾ വെച്ച് നമ്മൾ വീണ്ടും അത് ഒരു പ്രാവശ്യം കൂടെ വേണമെങ്കിൽ കാണിക്കാം. ഫയൽ ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്തു, ഫയൽ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു. നമുക്ക് വേറൊരു പടം എടുക്കാം, എലിഫന്റ് ഓണിന്റെ പടം. ഈ പടത്തില് വീണ്ടും നമ്മൾ റെക്ടാങ്കിൾ മാർക്കി ടൂൾ വെച്ച് ക്രോപ്പ് ചെയ്യാണ്. നേരെ മൗസ് പോയിന്റർ മൂവ് ചെയ്തു, ടൂൾ ബോക്സിൽ മൂവ് ചെയ്തു, റെക്ടാങ്കിൾ മാർക്കി ടൂളിന്റെ അവിടെ കൊണ്ടുപോയി വെച്ചു. അപ്പൊ ടൂൾ ടിപ്പ് എഴുതി വരും റെക്ടാങ്കിൾ മാർക്കി ടൂൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കീബോർഡ് ഷോർട്ട് കട്ട് M ആണ്. നേരെ ആ റെക്ടാങ്കിൾ മാർക്കി ടൂളിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നേരെ ഇമേജിലോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ മൗസ് പോയിന്ററിന്റെ ഷേപ്പ് ഒരു പ്ലസ് ആയിട്ട് മാറും. ഈ കേസിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് പ്ലസ് നമ്മൾ കാണുന്നു. ഇതിൽ വീണ്ടും ഞാൻ എലിഫന്റിന്റെ മെയിൻ ഇത്രയും പോർഷൻ മാത്രം ക്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. റെക്ടാങ്കിൾ ഏരിയ വന്നു. ഇനി ക്രോപ്പ് ചെയ്യാൻ വേണ്ടി നേരെ ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു, ഡ്രോപ്പ് ഡൗൺ മെനു വരും, അതിൽ നേരെ ക്രോപ്പ് വിളിച്ചത്. വീണ്ടും ഈ ഇമേജ് മാത്രമായിട്ട് നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു പേര്, ഫയൽ ക്ലിക്ക് ചെയ്യുക, സേവ് ആസ് ക്ലിക്ക് ചെയ്യുക. എലിഫന്റ് 1 എന്നുള്ളായിരുന്നു ഒറിജിനൽ ഫയൽ നെയിം. ആ ഫയൽ നെയിം നമ്മൾ മാറ്റിയിട്ട് എലിഫന്റ് ഫ്രണ്ട് എന്ന് ഞാൻ കൊടുത്തു, FRONT, എലിഫന്റ് ഫ്രണ്ട് എന്ന് കൊടുത്തു, സേവ് ചെയ്തു. ഇനി ഇതങ്ങ് ക്ലോസ് ചെയ്യാണ്. പഴയ ഒറിജിനൽ പടം കാണണമെങ്കിൽ ഫയൽ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു, എലിഫന്റ് 1 എന്നുള്ള ഒറിജിനൽ പടം നമ്മൾ ആദ്യം ലോഡ് ചെയ്തു. എന്ന് കാണിക്കുന്ന പഴയ പടം ഡിസ്റ്റർബ് ചെയ്യാതെ പുതിയ പടം നമുക്ക് ക്രോപ്പ് ചെയ്ത് വേറെ ആയിട്ട് സേവ് ചെയ്യാന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇനി ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിപ്പം ക്രോപ്പ് ചെയ്ത എലിഫന്റ് ഫ്രണ്ട് എന്നുള്ള ഇമേജ് ഞാൻ ലോഡ് ചെയ്യാൻ പോവുകയാണ്. ഫയൽ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു, എലിഫന്റ് ഫ്രണ്ട് എന്നുള്ള അത് ക്ലിക്ക് ചെയ്തു, നേരെ ഓപ്പൺ ക്ലിക്ക് ചെയ്തു. ഇങ്ങനെയാണ് നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഫോട്ടോഷോപ്പിൽ 2 ടൂളിൽ വെച്ച് നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും. ഒന്ന് ക്രോപ്പ് ടൂൾ വെച്ച് നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും, അടുത്തത് റെക്ടാങ്കുലർ മാർക്കി ടൂൾ നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ ലെവൽ അഡ്ജസ്റ്റ്മെന്റ്. ലെവൽസ് ഇസ് എ ടൂൾ ഇൻ ഫോട്ടോഷോപ്പ് വിച്ച് ക്യാൻ മൂവ് ആൻഡ് സ്ട്രെച്ച് ദി ബ്രൈറ്റ്നസ് ലെവൽസ് ഓഫ് ആൻ ഇമേജ് ഹിസ്റ്റോഗ്രാം. ഇതിനകത്തൊരു ഹിസ്റ്റോഗ്രാം ഉണ്ട്, നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും. ആ ഹിസ്റ്റോഗ്രാം വെച്ച് നമുക്ക് ഇതിന്റെ ബ്രൈറ്റ്നസ്, ഇമേജിന്റെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ടോണൽ റേഞ്ച് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബ്ലാക്ക് ആയിട്ട്, കംപ്ലീറ്റ് വൈറ്റ് ആയിട്ട്, മിഡ് ടോൺ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്ത് ഡീറ്റെയിൽസ് നമ്മൾ തിയറി പാർട്ടിൽ വേറെ പറയുന്നുണ്ട്. അതിനേക്കാൾ ചെയ്യുന്ന പ്രാക്ടിക്കൽ പാർട്ടാണ് നമ്മൾ ഇപ്പം കാണിക്കാനായിട്ട് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഇമേജ് സെലക്ട് ചെയ്യണം. അപ്പം ഒരു ഇമേജിൽ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ പഴയ പോലെ നമുക്കൊരു ഇമേജ് ലോഡ് ചെയ്യാം. ഫയൽ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു. ഇതിനകത്ത് ഞാൻ മങ്കീസ് എന്നുള്ള ഇമേജ് ലോഡ് ചെയ്യണം. നമ്മൾ ഒറിജിനൽ ഇമേജ് മങ്കീസ് എന്നുള്ള ഒറിജിനൽ ഇമേജ് നമ്മൾ ലോഡ് ചെയ്തു. ഇനി ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഈ ഇമേജിന്റെ ഹിസ്റ്റോഗ്രാം വെച്ച് അതിന്റെ പല ലെവൽസ്, കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നസ് ഒക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അതിൽ ഇമേജ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഇപ്പൊ ടൂൾ, അപ്പോൾ ഒരു മെനു, ഡ്രോപ്പ് ഡൗൺ മെനു വരും. ആ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ക്ലിക്ക് ചെയ്യുക.
അഡ്ജസ്റ്റ്മെന്റ് പോവുക, അതില് ലെവൽസ് ചൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ ലെവൽസ് എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ബോക്സ് വരും. ലെവൽസ്, ഇതില് ഇൻപുട്ട് ലെവൽ എന്നും പറഞ്ഞ് ഔട്ട്പുട്ട് ലെവൽ എന്ന് പറഞ്ഞ് 2 സ്ലൈഡേഴ്സ് ഉണ്ട്. അതില് ആരോ ഷേപ്പില് സ്ലൈഡർ പോയിന്റ്സ് ഉണ്ട്. ക്ലിക്ക് അറ്റ് ദി സ്ലൈഡർ പോയിന്റ്സ്. ഇൻപുട്ടില് 3 സ്ലൈഡർ പോയിന്റ് ഉണ്ട്, 1, 2, 3. ഔട്ട്പുട്ടില് 2 സ്ലൈഡർ പോയിന്റേ ഉള്ളൂ, 1, 2. അപ്പോൾ ഇത് നമുക്ക് ഡ്രാഗ് ചെയ്യാം. ഈ ഔട്ട്പുട്ട് ഈ സ്ലൈഡർ പോയിന്റ്സ് ഡ്രാഗ് ചെയ്ത് നമുക്ക് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പം ഇതിനകത്ത് ഈ സ്ലൈഡർ പോയിന്റ് ഡ്രാഗ് ചെയ്യണം. ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ പടത്തില് ആ ചേഞ്ചസ് നോക്കുക. ആ ഇൻപുട്ട് ലെവലിലെ ആ ബോക്സിനകത്ത് വാല്യൂ മാറി മാറി വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഈ ഒരു സൈഡർ പോയിന്റ്, ഇതിപ്പം നമ്മൾ നേരത്തെ നമ്മൾ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള സൈഡർ പോയിന്റ് മാറ്റി, ഇനി നമ്മൾ മിഡിലെ സൈഡർ പോയിന്റ് മാറ്റുവാണ്. അപ്പൊ ഇതിനകത്ത് മിഡിൽ ബോക്സിലെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. അതേപോലെ നമുക്ക് ഏറ്റവും റൈറ്റ് സൈഡിലുള്ള ഇൻപുട്ട് ലെവലിന്റെ സൈഡർ ബോക്സും നമുക്ക് സൈഡർ പോയിന്റും നമുക്ക് മാറ്റാം. അപ്പൊ അതിന്റെ വാല്യൂ മാത്രം മാറും, അതനുസരിച്ചും പടത്തിൽ ചേഞ്ച് വരും. അപ്പൊ നിങ്ങൾ മാറ്റി പടത്തിന്റെ ഇമേജിൽ വരുന്ന മാറ്റമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് എക്സ്ട്രീം ലെഫ്റ്റ് മാറ്റുന്നു. അപ്പൊ അതിന്റെ എഫക്റ്റ് നോക്കുക, ലെഫ്റ്റ് മാറ്റുന്നു. ഇനി നമ്മൾ മിഡിൽ സ്ലൈഡർ മാറ്റുന്നു, മിഡിൽ സ്ലൈഡ് ചേഞ്ച് ചെയ്യുന്നു. യു ഒബ്സർവ് ദി എഫക്റ്റ്. ഈ എഫക്റ്റ് മാറുന്നതിനൊപ്പം നിങ്ങൾ ആ മോഡുള്ള ഇൻപുട്ട് ലെവലിൽ നിന്നുള്ള ബോക്സിൽ നോക്കണം. അതിൽ കറസ്പോണ്ടിങ് ബോക്സിലെ വാല്യൂ മാത്രമേ ചേഞ്ച് ആവുള്ളൂ. ഇനി നമ്മൾ ഏറ്റവും റൈറ്റ് സൈഡിലെ പോയിന്റർ മാറ്റുന്നു, അത് അതേപോലെ ചേഞ്ച് ആവുന്നു. ഇപ്പൊ നമ്മൾ ഇൻപുട്ട് നോക്കി, ഇതേപോലെ ഇതേ ക്യാരക്ടറിസ്റ്റിക്സിലെ ഔട്ട്പുട്ട് ലെവൽസ് നമുക്ക് നോക്കാം. പക്ഷെ ഇൻപുട്ടിൽ 3 എണ്ണം ഉണ്ടായിരുന്നു, ലെഫ്റ്റ് ഉണ്ടായിരുന്നു, മിഡിൽ ഉണ്ടായിരുന്നു, റൈറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ലെഫ്റ്റും റൈറ്റും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇനി ഔട്ട്പുട്ട് ലെവൽസിലെ സ്ലൈഡർ പോയിന്റ് മാറ്റുവാണ്. ആദ്യം ഏറ്റവും ലെഫ്റ്റിലെ സ്ലൈഡർ പോയിന്റ് മാറ്റുവാണ്. ഇതിൽ ബ്രൈറ്റ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. അത് ഏറ്റവും ഇടതുവശത്ത് മാത്രം ഔട്ട്പുട്ട് ലെവലിൽ ആദ്യത്തെ ബോക്സിലെ വാല്യൂ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. ഇനി ഞാൻ ഏറ്റവും റൈറ്റ് സൈഡിലെ ബോക്സ് 255 എന്ന് ഉള്ള ഒറിജിനൽ വാല്യൂ എടുക്കുന്ന ആ ബോക്സിലെ മാറ്റുവാണ്. അപ്പം നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇതിൽ ഏത് വാല്യൂ വേണോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ. അപ്പം ഇതില് നമ്മൾ ഔട്ട്പുട്ട് ലെവലിൽ മാറ്റിയപ്പോൾ ബ്രൈറ്റ്നെസ് ആയിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അതേസമയം ഇൻപുട്ട് ലെവലിൽ നമ്മൾ മാറ്റുമ്പോൾ അതിൽ കോൺട്രാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ ലെവൽസ് എന്ന് പറയുന്നത്. അപ്പം ഇൻപുട്ട് ലെവൽസും ഉണ്ട്, ഔട്ട്പുട്ട് ലെവൽസും ഉണ്ട്. ഇൻപുട്ട് ലെവലില് 3 സ്ലൈഡർ പോയിന്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ലെഫ്റ്റും ഉണ്ട്, മിഡിൽ ഉണ്ട്, റൈറ്റ് ഉണ്ട്. ഔട്ട്പുട്ട് ലെവൽസിൽ 2 സ്ലൈഡർ പോയിന്റേ ഉള്ളൂ, ലെഫ്റ്റും റൈറ്റും മാത്രമേ ഉള്ളൂ. അതില് ഇൻപുട്ട് ലെവലിൽ വെച്ച് നമുക്ക് കോൺട്രാസ്റ്റ് പാരാമീറ്റേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേസമയം ഔട്ട്പുട്ട് ലെവൽസിൽ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബ്രൈറ്റ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ലെവൽസ്. ഇനി ഇതേപോലത്തെ വേറൊരു ആസ്പെക്ട് ഉണ്ട്, കർവ്സ്. ഫോട്ടോഷോപ്പ് കർവ്സ് കമാൻഡ്, എ പവർഫുൾ ടൂൾ ഫോർ അഡ്ജസ്റ്റിംഗ് ടോൺ ടു ബ്രൈറ്റൺ, ഡാർക്കൺ, ആഡ് കോൺട്രാസ്റ്റ് ആൻഡ് ഷിഫ്റ്റ് കളേഴ്സ്. In the curves adjustment, you adjust points throughout an image's tonal range. ഇതും നമ്മളിങ്ങനെ പറയുന്നതിനേക്കാളും കാണിക്കുന്നതാണ് അതിന്റെ എളുപ്പം. ഇപ്പൊ നമ്മള് ലെവൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇപ്പൊ നോക്കിയത്, ലെവൽസ് വെച്ച്. ഇനി നമ്മൾ കർവ്സ് വെച്ച് നോക്കാൻ പോവാണ്. അപ്പൊ ഇവിടെയും ഫസ്റ്റ് സ്റ്റെപ്പ് റിമെയിൻസ് സെയിം. ഈ പടം ഞാൻ ക്ലോസ് ചെയ്യുവാണെങ്കിൽ ക്ലോസ് ചെയ്തു, വീണ്ടും ഞാൻ പടം ഓപ്പൺ ചെയ്യാണ്. ഫയൽ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ആ പടം തന്നെ നമുക്ക് ചൂസ് ചെയ്യാമെങ്കിൽ ആ പടം ചൂസ് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു. ഇനി ഇതിനകത്ത് നമ്മൾ കർവ്സ് യൂസ് ചെയ്യാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് ഇമേജിനകത്ത്
അഡ്ജസ്റ്റ്മെന്റ്സിനകത്ത് കർവ്സ്. ഇമേജിനകത്ത് അഡ്ജസ്റ്റ്മെന്റ്സിനകത്ത് കർവ്സ്. അപ്പൊ കർവ്സ് എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇതിനകത്ത് ഒരു റെക്ടാങ്കുലർ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈൻ കാണും. ആ ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. ഇപ്പൊ നോക്കിക്കോണം, ഇപ്പൊ അതിനകത്ത് ഇതാണ് ആ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡയഗണൽ ലൈൻ. അതിലിങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഡ്രാഗ് ചെയ്യാണ്. നിങ്ങൾ അതിന്റെ പടത്തിലുള്ള അതിന്റെ വേരിയേഷൻ ഈ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ആ പടത്തിൽ വരുന്ന വേരിയേഷൻ ഇപ്പൊ നമ്മൾ പഴയ പോലെ ആക്കി. നേരെ ഈ പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു, ഈ പോയിന്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാണ്. ഡ്രാഗ് ചെയ്യുമ്പം അവിടെ ഏത് വരുന്നുണ്ട്? ഇതിനകത്ത് വേരിയേഷൻസ് വരുന്നുണ്ട്. വീണ്ടും ഇതുപോലെ നമ്മൾ ആക്കുവാണെങ്കിൽ, പഴയ പോലെ ആക്കുവാണെങ്കിൽ ഒറിജിനൽ പടം. ഇനി ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഒരു പോയിന്റ് മാത്രമേ ക്ലിക്ക് ചെയ്തോളൂ. ഇതിനകത്ത് മൾട്ടിപ്പിൾ പോയിന്റും ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഇനി ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓരോ പോയിന്റ് മാത്രമായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുന്നു, ഇതിങ്ങനെ വരയ്ക്കുന്നു, ഇതിങ്ങനെ സെലക്ട് ചെയ്യുന്നു, ഇതിങ്ങനെ സെലക്ട് ചെയ്യുന്നു. കണ്ടോ? നമുക്ക് പല പോയിന്റിലായിട്ട് അതിന്റെ ചേഞ്ചസ് വരുത്താം. മൾട്ടിപ്പിൾ പോയിന്റ്സിൽ ഈ പോയിന്റ്സ് നമ്മൾ മാറ്റും തോറും, പോയിന്റ്സിന്റെ പൊസിഷൻ മാറ്റും തോറും ഇമേജിൽ അതിന്റെ എഫക്റ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് ലൈൻ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു നേരത്തെ. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അതിൽ വളവുകൾ വരുത്തി. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ മെയിൻലി എന്തോന്ന് പറയുന്നത്? കർവ്സ്. അപ്പം ഇവിടെയും നമ്മൾ ഈ പടം ഓരോ പോയിന്റിലും നമ്മൾ ക്ലിക്ക് ചെയ്ത് മാറ്റം വരുത്തുന്നു. മാറ്റം വരുത്തുമ്പം പഴയ പോലെ ഏതാണ്ട് ഡയഗണൽ ഷേപ്പ് ആയപ്പോൾ പഴയ സ്റ്റാറ്റസ് വന്നു. അപ്പോൾ ഇതിനകത്ത് ലൈൻസ് ഉണ്ട്. ലൈൻസിനകത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാം. ആ പോയിന്റ്സ് ജനറേറ്റ് ചെയ്തിട്ട് ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡ്രാഗ് ചെയ്യാം. ആ പോയിന്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നതനുസരിച്ച് പടത്തിനകത്ത് അതിന്റെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഇതാണ് കർവ്സ്. അവസാനം നമുക്ക് ആവശ്യമുള്ള പാറ്റേൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതൊന്ന് സേവ് ചെയ്യാം. ഫയൽ, സേവ് ആസ്, monkeys 2 എന്ന് കൊടുത്താൽ monkeys 2 സേവ്. അപ്പൊ ഇനി monkeys 2 എന്നുള്ളതാണ് ഈ പടം. ഇനി ഞാൻ ഇത് ക്ലോസ് ചെയ്യാണ്. ഈ പടം ക്ലോസ് ചെയ്തു, ഫയൽ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു. നമ്മൾ ഒറിജിനൽ പടം എടുക്കുവാണെങ്കിൽ monkeys ക്ലിക്ക് ചെയ്തു. ഇത് ഒറിജിനൽ പടം. ഇനി ആ ഒറിജിനൽ പടം ഞാൻ ക്ലോസ് ചെയ്തു. ഇപ്പൊ നമ്മൾ കർവ്സ് വെച്ച് അതിന്റെ കോൺട്രാസ്റ്റ് ഒക്കെ മാറ്റി. അത് മാറ്റിയതിന് ശേഷമുള്ള പടം ഫയൽ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു. അത് monkeys 2 എന്നായിരുന്നു. monkeys 2 ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇങ്ങനെ നമുക്ക് കർവ്സ് വീണ്ടും ഒന്നും കൂടെ വേറെ പടത്തിൽ കാണിക്കുവാനാണെങ്കിൽ ഈ പടം ക്ലോസ് ചെയ്തു, ഫയൽ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു. അടുത്ത വേറെ നമുക്കൊരു പുതിയ പടം എടുക്കാം. സീബ്ര. ഇതിനകത്ത് നമുക്ക് ഇതുപോലെ ഇതിന്റെ കർവ്സ് മാറ്റണമെങ്കിൽ വീണ്ടും നമ്മൾ ഇമേജ് ഓപ്പൺ ചെയ്തു. ഇമേജിനകത്ത് അഡ്ജസ്റ്റ്മെന്റിനകത്ത് കർവ്സ്. വീണ്ടും പഴയ കർസർ ഡയലോഗ് ബോക്സ് വന്നു. ആ സ്ട്രെയിറ്റ് ലൈൻ വന്നു. സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ആദ്യത്തെ കേസിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന രീതി അനുസരിച്ച് പടത്തിൽ ചേഞ്ചസ് വരും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സിംഗിൾ പോയിന്റ് ഇനി സിംഗിൾ പോയിന്റ് അല്ല, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടി പോയിന്റ്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. മൾട്ടി പോയിന്റ്സ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡ്രായിങ് ഒക്കെ ചെയ്യാം. ഇതനുസരിച്ച് ചേഞ്ച് വരും. ഇതിനാണ് നമ്മൾ കർവ്സ് എന്ന് പറയുന്നത്. അടുത്ത ഈ ഇമേജ് ക്ലോസ് ചെയ്യാണ്. ടു ഇൻക്രീസ് ബ്രൈറ്റ്നസ്, കുറച്ചും കൂടെ സ്ട്രേറ്റ് ഫോർവേഡ് അപ്രോച്ച്. ടു ഇൻക്രീസ് ബ്രൈറ്റ്നസ്, ഒരു പടത്തിലെ ബ്രൈറ്റ്നസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യും? വീണ്ടും നമുക്കൊരു പടം ലോഡ് ചെയ്യാം. ഫയൽ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു. ഇതിനകത്ത് ടൈഗർ എന്നൊരു പടം നമ്മൾ ലോഡ് ചെയ്തു, ടൈഗറിന്റെ പടം. ഇനി ഇതിനകത്ത് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടണം. ഇമേജിനകത്ത് അഡ്ജസ്റ്റ്മെന്റിനകത്ത്
ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ്. അപ്പൊ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇതിനകത്ത് ബ്രൈറ്റ്നസിന് ഒരു സ്ലൈഡർ ഉണ്ട്, കോൺട്രാസ്റ്റിന് വേറെ സ്ലൈഡർ. ഇപ്പൊ ഇതിനകത്ത് മിഡിൽ നിൽക്കുകയാണ്. ഞാൻ ഇപ്പൊ ബ്രൈറ്റ്നസ് കൂട്ടണമെങ്കിൽ ബ്രൈറ്റ്നസിന്റെ സ്ലൈഡർ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുക, ബ്രൈറ്റ്നസ് കൂടി. ബ്രൈറ്റ്നസ് കുറയ്ക്കണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുക, ബ്രൈറ്റ്നസ് കുറഞ്ഞു. അപ്പൊ ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ ലെഫ്റ്റ് സൈഡിലോട്ട്, ബ്രൈറ്റ്നസ് കൂട്ടാൻ വേണ്ടി റൈറ്റ് സൈഡിലോട്ട്. അതേപോലെ നമുക്ക് അപ്പം സ്ലൈഡർ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ബ്രൈറ്റ്നസ് കുറയും. സ്ലൈഡർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ബ്രൈറ്റ്നസ് കൂടും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പം ബ്രൈറ്റ്നസ് കുറയും. അതേപോലെ നമുക്ക് വീണ്ടും ഞാൻ ഇവിടെ സെൻട്രൽ പോയിന്റിൽ കൊണ്ടുവന്ന് വെക്കുവാണ്. ഇനി ഇതേ ഇമേജിന്റെ നമുക്ക് കോൺട്രാസ്റ്റും ഇതേപോലെ സ്ലൈഡർ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും സ്ലൈഡ് ചെയ്ത് നമുക്ക് കോൺട്രാസ്റ്റിലും മാറ്റങ്ങൾ വരുത്താം. ഇപ്പം കോൺട്രാസ്റ്റ് കുറച്ചു, ഇപ്പോൾ കോൺട്രാസ്റ്റ് കൂട്ടി. ഇത് ഏറ്റവും മിഡിൽ ലെവലിലായി. ഇപ്പം ഇതനുസരിച്ച് ഓരോന്ന് മാറ്റുമ്പോഴേ കറസ്പോണ്ടിങ് അതായത് ബോക്സ് ഉണ്ട്, ബോക്സിലെ വാല്യൂസ് വരുന്നത് നിങ്ങൾക്ക് കാണാം. റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പം കോൺട്രാസ്റ്റ് കൂടും, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ കോൺട്രാസ്റ്റ് കുറയും. അപ്പൊ ഇങ്ങനെ ബ്രൈറ്റ്നസ് ആൻഡ് കൺട്രോൾ ഇതിനകത്ത് ഇമേജിനകത്ത് അഡ്ജസ്റ്റ്മെന്റ്സിനകത്ത് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ഇത് വെച്ച് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടുകയും ചെയ്യാം, ബ്രൈറ്റ്നസ് കുറയ്ക്കുകയും ചെയ്യാം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ടൂൾസ് ആണ്. That we can look in the next class. Okay, thank you very much.